മോളെ. നീ കാരണം കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങളും അവരനുഭവിക്കേണ്ടി വന്ന മാനക്കേട് പറഞ്ഞപ്പോൾ ഈ ഉരുപ്പടികൾ നീ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതല്ലേ? എന്നിട്ടിപ്പോ അത് തിരിച്ചു കൊടുക്കാതെ പണയം വയ്ക്കാൻ കൊണ്ടുപോകുന്നു. സ്വന്തം അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും കരയുന്നത് കണ്ടിട്ടും കുലുങ്ങാത്ത നിന്നെ ദുഷ്ടൻ എന്നൊന്നും വിളിച്ചാ പോരാ, അതിൽ വലുതെന്തെങ്കിലും വിളിക്കണം. നീ പ്രണയിച്ചിട്ടുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? പ്രണയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊരു ലക്കിയാണെന്ന്. ഒരു പെൺകുട്ടിയുടെ സ്നേഹം ലഭിക്കുന്നു, അവള് മുഴുവൻ സമയവും നമ്മളെ തന്നെ ഓർക്കുന്നു. ആ ചിന്ത നമുക്ക് നൽകുന്ന ഊർജ്ജമുണ്ടല്ലോ, അത് വളരെ വലുതാ. അവരുടെ മുഖമൊന്ന് ഓർത്താ എല്ലാ പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിക്കാനുള്ള കരുത്ത് കിട്ടും. പക്ഷെ പ്രണയമെന്ന് പറയുന്നത് ഒരു ചിലന്തി വല പോലെയാ. അതിൽ കുടുങ്ങിപ്പോയാ പിന്നെ രക്ഷയില്ല. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്. സ്വാതിയെ പ്രണയിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ വേറൊരു ലോകത്തായിരുന്നു. കാർത്തിക്കൊരു കര പറ്റിയ കുടുംബം രക്ഷപ്പെടുന്നു ചിന്തിക്കുന്ന അച്ഛനെയും അമ്മയും ഞാൻ മറന്നു. കിട്ടുന്ന 10 പൈസ പോലും ചേട്ടന് കൊടുക്കാൻ വേണ്ടി കാശ് കൊടുക്കൽ സൂക്ഷിക്കുന്ന എൻ്റെ അനിയത്തിയെ ഞാൻ മറന്നു. ഞാൻ പെട്ടെന്ന് വളർന്നാലല്ലേ എൻ്റെ കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവൂ. അതിനുവേണ്ടി ആഹാരത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എൻ്റെ ചേച്ചിയെ ഞാൻ മറന്നു. ലോകം തന്നെ ഞാൻ മറന്നു. എൻ്റെ ലോകം അവളായിരുന്നു, സ്വാതി. ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ കടം വാങ്ങിയ കാശും ഉരുപ്പിടിയും എടുത്ത് സ്വാതിയുടെ കയ്യും പിടിച്ച് നാട് വിട്ട് ഓടിയതിനു ശേഷമാണ് ഞാനും ആ ചിലന്തി വലയിൽ വീണ് കിടക്കുകയാണെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്കൊന്ന് ചലിക്കണമെങ്കിൽ അവളുടെ അനുവാദം വേണം. അവളുടെ തലച്ചോറ് കൊണ്ട് ഞാൻ ആലോചിക്കണം. അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്യണം. വീട്ടുകാരെ ഉപേക്ഷിച്ച് നിന്നോട് ഇറങ്ങി വന്നതല്ലേ? അവൾക്കിപ്പോ നീയല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവൾ ഈ പൊസസീവ്നെസ് കാണിക്കുന്നത്. എടാ, നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അവൾ അവളുടെ കഴുത്തിൽ കത്തിവെച്ച് ഞാനിപ്പോ ചത്തുകളയെന്ന് പറയുമ്പോ ഞാൻ സന്തോഷിക്കാണോ വേണ്ടത്? എടാ കാർത്തി, ഉരുപ്പടികള് അച്ഛന് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ലെന്ന് നീ ചോദിച്ചില്ലേ? അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ അച്ഛന് തിരിച്ചു കൊടുത്താൽ സ്വാതി ചത്തുകളയും. ഞാൻ നൽകുന്ന ചെറിയ ജീവിതം പോരാ അവൾക്ക്. ഞാൻ ദുബായിൽ പോയി ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കണം. എല്ലാ സുഖസൗകര്യങ്ങളും നൽകി അവളെ മഹാറാണിയെ പോലെ വാഴിക്കണം. എടാ, പഴയതുപോലെയൊന്നും അല്ല. ദുബായിലൊരു ജോബ് വിസ കിട്ടണമെങ്കിൽ തന്നെ നല്ല കാശ് ചിലവാകും. അതിനുവേണ്ടിയല്ലേ അവളിത് തന്നുവിട്ടത്. ഇത് പണയം വെച്ച് വിസയ്ക്കും ടിക്കറ്റിനുള്ള കാശുണ്ടാക്കണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും കണ്ണീരിന് മുകളിൽ അവളുടെ ആർഭാട ജീവിതം കെട്ടിപ്പടുക്കണം. ഞാൻ അനുസരിച്ചില്ലെങ്കിൽ ഒന്നുകിൽ അവൾ ചത്തുകളയും, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോവും. ചിലന്തി വലയിൽ വീണു പോയില്ലേ, അനുഭവിക്കുക തന്നെ.